തന്റെ അമ്മയെ രക്ഷിക്കാൻ പാഞ്ഞു ചെന്ന അച്ചുവിനെ ആദി വലിച്ചെറിഞ്ഞു. എന്നാൽ രക്ഷകനായ ഒരു കൈ നിലത്ത് വീഴാതെ അച്ചുവിനെ താങ്ങി നിർത്തി. ആ കൈകൾ മറ്റാരുടേതുമായിരുന്നില്ല, സിദ്ധാർത്ഥിന്റേതായിരുന്നു. ഒരുപക്ഷെ കാലം കാത്തുവെച്ച മുഹൂർത്തമായിരുന്നിരിക്കണമിത്. മറന്നുവെച്ച റുബിക്സ് ക്യൂബ് അച്ചുവിന് തിരിച്ചു കൊടുത്ത സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ ആദിക്കരികിലേക്ക് ചെന്ന് അവനെ കുത്തിനു പിടിച്ചു. സിദ്ധാർത്ഥിന്റെ കൈകൾക്കിടയിൽ കിടന്ന് ആദി പിടയുകയായിരുന്നു. ഇത് കണ്ട നീലിമയും അഞ്ജലിയും ഒരുപോലെ ഞെട്ടി. എന്റെ മകന്റെ ദേഹത്ത് കൈവയ്ക്കുന്നോടാ. സ്ത്രീകളോടും കുട്ടികളോടും എങ്ങനെയാ പെരുമാറേണ്ടെന്ന് നിന്റെ വീട്ടിൽ പഠിപ്പിച്ചു തന്നിട്ടില്ല. കുറച്ചു മുമ്പ് വാഷ്റൂമിൽ വെച്ച് തന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞ ആള് തന്നെയാണോ ഇതെന്ന് നീലിമയ്ക്ക് സംശയം തോന്നി. അപ്പോഴേക്കും സിദ്ധാർത്ഥ് ആദിയെ തട്ടിത്തെറിപ്പിച്ചിരുന്നു. ദേഷ്യത്തോടെ സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്ത ആദിയെ സിദ്ധാർത്ഥ് ചവിട്ടി വീഴ്ത്തി. അപ്പോഴേക്കും അവിടേക്ക് ഓടിയെത്തിയ സിദ്ധാർത്ഥിന്റെ ബോഡി ഗാർഡ്സ് ആദിയെ ഒരടി മുന്നോട്ട് വെക്കാനാകാത്ത വിധത്തിൽ തടഞ്ഞു നിർത്തി. അവരുടെ ബലിഷ്ഠമായ കരങ്ങളിൽ ഒന്നനങ്ങാൻ പോലും ആവാതെ ആദി നിന്നു. അഞ്ജലിയുടെ ഒരുപാട് നേരത്തെ അപേക്ഷകൾക്കൊടുവിൽ ആദിയെ റിലീസ് ചെയ്യാൻ സിദ്ധാർത്ഥ് അവർക്ക് നിർദ്ദേശം നൽകി. മോളെ, നിന്നോട് മോനെ കൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലേ. അതിനിടയില് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇതുപോലെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ നീ എന്തിനാ വഴക്കുണ്ടാക്കി സമയം കളയുന്നത്? ശരി, വിട്ടേക്ക്. വാ മോനെ, അതായടുത്തേക്ക്. തന്റെ കൺമുമ്പിൽ നടക്കുന്നത് എന്താണെന്ന് നീലിമയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഒരു അപരിചിതൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? തന്റെ മുൻപിൽ മറ്റു വഴികളൊന്നുമില്ലാത്തതിനാൽ സിദ്ധാർത്ഥിന്റെ കൂടെ പോകാൻ നീലിമ തീരുമാനിച്ചു.